ഞാൻ കള്ളു കുടിക്കുമോ അമ്മേ? നമ്മുടെ നിങ്ങളുടെ അച്ഛൻ കുടിക്കത്തില്ലായിരുന്നല്ലോ, അത് കഴിഞ്ഞാ പിന്നെ നീ കുടിക്കുന്നത്. അല്ല ഇവിടെ വല്ല കുപ്പിയോ വല്ലോ കണ്ടിട്ടുണ്ടോ ഞാൻ കുടിക്കുന്നത്? അച്ഛൻ കള്ളു കുടിക്കത്തില്ലായിരുന്നല്ലോ. അല്ല ഞാൻ വാങ്ങിച്ചോണ്ട് വരുന്ന സാധനം അമ്മ കാണുന്നുണ്ടല്ലോ, ഞാൻ കള്ളാണോ വാങ്ങിച്ചോണ്ട് വരുന്നത്? കള്ളല്ല. ഇവിടെ നിങ്ങളുടെ അച്ഛൻ കള്ളു കുടിക്കത്തില്ലായിരുന്നല്ലോ, എന്റെ അച്ഛൻ കള്ളു കുടിക്കത്തില്ലായിരുന്നല്ലോ. എന്റെ അച്ഛൻ കള്ളു കുടിക്കാൻ പോയിട്ടില്ല. നല്ല അന്തസ്സായിട്ട് എന്റെ അച്ഛൻ ഞങ്ങളെയൊക്കെ വളർത്തുകയും ജീവിച്ചതും. നിങ്ങളുടെ അച്ഛൻ ഞങ്ങൾ തന്നെ വീട്ടിൽ കയറി പിടിച്ചോണ്ട് പോയി അവിടെ എവിടെയും കൊണ്ടിടുന്ന എന്തോ വട്ടുണ്ടായിട്ടാണോ? ആണോ അമ്മേ? മുതലടിക്കാനായിട്ട് എന്നെ അവിടെ എവിടെയും പിടിച്ചിട്ടേച്ച് എന്റെ മുതലടിക്കാമെന്നാ വിചാരിച്ചു. 146 സെന്റ് സ്ഥലവും വീടും ചുമ്മാതെ കിട്ടും. എങ്ങനെയുണ്ട്? എന്നെ അങ്ങ് വകവരുത്തിയേച്ച് എല്ലാം അടിച്ചും എന്തോ മാറ്റാന്ന് വിചാരിച്ചോണ്ട് നടക്കുക ഇവന്മാര്. അല്ല ഇവനെ പോലും ഇത്ര അത്യാഗ്രഹം ലോകത്തെങ്ങുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഇവിടെ മനസ്സിലാവുന്ന ഇവന്റെ അത്യാഗ്രഹം. അവൻ ഈ അടിച്ച പടി കയറത്തില്ലല്ലോ. അവൻ ഈ അടിച്ച പടി കയറത്തില്ലല്ലോ. എന്തോ അവന്റെ പേരെന്തോ വെച്ചേ? ബിജുപിയോ? ബിജുപി അടിച്ച പടി കയറത്തില്ല. ഈ ജമ്മം പടി കയറത്തില്ല. അവനതിന് വളർന്നിട്ടില്ല അടിച്ച പടി കയറാൻ. എന്റെ മുട്ടുകാല് തല്ലി ഓടിക്കും ഇവിടെ ഒട്ടക്കണം വന്നാലവൻ. അവന് വരാനുള്ള അവകാശം ഇല്ലല്ലോ. ഇവൻ ആരാ തിരക്കാന്? സുബ്രഹ്മണ്യൻ തിരക്കാൻ ആരാമേ നമ്മളെ കുറിച്ച്? അവരും പോയി തിരക്കേണ്ട കാര്യം ഉണ്ടായിരിക്കും. അവരവിടെ വാങ്ങി നോക്കാൻ പോകുന്നുണ്ട്. ചിലപ്പോ അവൻ വല്ല കള്ളുമൊക്കെ വാങ്ങി കൊടുക്കുമായിരിക്കും. അതിനായിരിക്കും പോകുന്നത്. നമുക്കറിയത്തില്ലല്ലോ എന്തിനാ അവിടെ പോകുന്നതെന്ന്. ഇവനിങ്ങനെ നടക്കുക. ഇവരിങ്ങനെ വായുന്നത് നടക്കുമല്ലോ നാളെ. എവിടെങ്കിലും വല്ല മീൻപേ കിട്ടുമോന്ന് വിചാരിച്ച് എങ്ങാണ്ട് നാർക്കലോളം. ഇവന് എന്റെ മോനും ഒക്കെ ഇല്ലയോ കള്ളു കുടിച്ച് ആടുന്നത്? ഇന്നലെയും കള്ളു കുടിച്ച് അവിടെ നിൽക്കാൻ വയ്യ. ഞാനേ ഇവനെ ഗുരുമന്ദിരത്തിന് അവിടെ നിൽക്കുന്ന ഇവൻ ശീലനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുക രണ്ടും കൂടെ. അപ്പൊ ഞാൻ കണ്ടിട്ട് ഞാനിങ്ങനെ ഓടി സത്യം എന്റെ കയ്യിൽ റെക്കോർഡുണ്ട് സഹിതം ഞാൻ ഇത് പറയുന്ന സത്യമാണെന്നുള്ളത്. ഇവൻ നമ്മുടെ പുറകിന് വന്നിരിക്കുന്നു. നമ്മൾ ഗേറ്റ് തുറന്നപ്പോഴത്തേനും ഇവൻ വന്നിരിക്കുന്നു. ഇവനെന്തോ നമ്മുടെ പുറകിന് വരേണ്ട കാര്യം? ഇവൻ ആരാ നമ്മുടെ പുറകിന് വന്ന് നമ്മളോട് ഇതാക്കാന്? എന്താ ഇവനെന്തോ ഏതാണ്ടല്ലോ നീ ആരാടാ ഇങ്ങോട്ട് മാറി പോടാ, നീ നിന്റെ വഴിയെ പോടാന്ന് പറഞ്ഞ് ഇവൻ പറഞ്ഞതിനൊക്കെ. നീ നിന്റെ വഴിയെ പോടാ. ഇവനാരാ നമ്മൾക്ക് വരാന്? എന്റെ തെളിവുണ്ട്. ഇങ്ങനെ പുറകിന് ഇവൻ വരേണ്ട കാര്യം. നമ്മളെ ഫോളോ ചെയ്ത് ഓരോ അവന്മാരും നടക്കുക ഇതുപോലെ. എന്താ കാര്യം ഇവന്മാർക്ക്? ഇവന്മാരാരാ എന്റെ പുറകിന് നടക്കാന്? നാട്ടുകാരുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി, അല്ലാതെ ഇവിടുത്തെ കാര്യം നോക്കണോ? ഇവിടുത്തെ കാര്യം നോക്കാൻ ആരും വരണ്ട. ഞങ്ങളുടെ പ്രാപ്തിയുണ്ട്. ഞങ്ങളുടെ കാര്യം നോക്കാനുള്ള പ്രാപ്തി ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്. ഞങ്ങളുടെ സ്വന്തന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട്. വിദ്യാഭ്യാസമൊക്കെ തന്നാ വളർത്തിയത്. ഒരു തന്നെയും പഠിക്കേറ്റ് പോകുന്നുമില്ല. വട്ടക്കുറിച്ച് വിട്ടാ പഠിപ്പിച്ചത്. അല്ലാതെ കണിയാൻ ജോലി ചെയ്തല്ലേ പഠിപ്പിച്ചത്. കണിയാന്റെ ജോലി ചെയ്തല്ലേ വിട്ടത്. നല്ല ഒന്നാന്തരമായിട്ട് വട്ടക്കുറിച്ച് വിട്ടാ പഠിപ്പിച്ചത്. ശിവൻ ഒരാളെ ഉള്ളു. ശിവൻ മാത്രം. ശിവനെ ഉള്ളു. അവരും നല്ല കള്ളു കുടിയാ ശിവൻ. ഇന്നലെ അതാ ഉച്ചയ്ക്ക് അങ്ങ് പോയില്ലയോ ജോലിക്കാർ വന്നിട്ട്. അവന് നിൽക്കാൻ വയ്യ. നല്ല ശരിക്ക് തട്ടിയേച്ച് എന്താ ഇവന് നിൽക്കാൻ വയ്യായിരുന്നു ശിവന്. അവനും അങ്ങ് പോയി. മറ്റവൻ നേരത്തെ പോയി. ഇവന്റെ ഒരു അളിയൻ ശിവന്റെ. ഒരെണ്ണവനുണ്ടല്ലോ അവിടെ ഉള്ള ഒരു മണി എന്ന് പറഞ്ഞ അവിടെ ഭർത്താവ്. അവളല്ല ഈ മണിയല്ല ഈ എന്തോ എന്നും ഇതുണ്ടെങ്കിൽ ഈ മണിയല്ല ഈ മന്ദിരത്തിൽ കയറി ഇരിക്കുന്ന കാണാം. എന്തുവാന്നറിയത്തില്ല. ഫോണും പിടിച്ച് നമ്മള് ഇങ്ങനെ ഫോണും പിടിച്ചിരിക്കുന്നതാ ഇവന്മാര്. മനസ്സിലായില്ലയോ? കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ അവിടെ അതിനകത്ത് ഇരിക്കാന്. കൃഷ്ണ ബസ്സിലെ അവനും ഇങ്ങനെ ഇരിക്കുക. ഇന്നലെ ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഇങ്ങനെ കുറെ അവന്മാർ ഇങ്ങനെ കയറി ഇങ്ങനെ വട്ടം ചുറ്റി ഇങ്ങനെ ഇരിക്കുക. ആരുടെ? അതാ പറഞ്ഞത്. അവനിങ്ങനെ ഇടയ്ക്ക് വന്ന് ഇവിടോട്ട് കയറുന്നേ കാണാം. കഴിക്കയിലോട്ട് സദാനന്ദ മന്ദിരത്തിലോട്ട് പോകുന്നേ കാണാം അവൻ ഇടയ്ക്കിടയ്ക്ക്.